നമ്മൾ ക്യാരറ്റ് ഹൽവ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 3/4 കിലോഗ്രാം ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഒരു ഗ്രേറ്ററിലിട്ടിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഗ്രേറ്ററിൻ്റെ ആ വലിയ ഹോളിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. മുഴുവനും തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലോട്ട് ഞാനൊരു 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റോളം തന്നെ വഴറ്റിയിട്ട് ആ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി നല്ല ഫ്രൈ ആയി നല്ലൊരു മണം വരും. ആ ഒരു ടൈം വരെ നമുക്കിത് വഴറ്റിയെടുക്കാൻ. കണ്ടില്ലേ, ഇത്രയും തന്നെ മതിയാവും. 5 മിനിറ്റ് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് അതായത് 3/4 കിലോ ക്യാരറ്റിലേക്ക് 1/2 ലിറ്റർ പാലാണ് നമുക്ക് വേണ്ടത്. അതായത് ഒരു പാക്കറ്റ് പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുഴുവനായും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ കടന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വഴണ്ട് വരുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ആ ഒരു വായിലിട്ട് അലിഞ്ഞു പോകുന്ന ആ ഒരു ക്യാരറ്റ് ഹൽവ കിട്ടുക കേട്ടോ. ഞാൻ പല വീഡിയോസിലും ചിലരൊക്കെ കണ്ടിട്ടുണ്ട്. 1 കപ്പ് 1/2 കപ്പൊക്കെ പാലൊഴിച്ചിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ആ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും കിട്ടിയ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. പാല് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. അടി പിടിക്കത്തൊന്നുമില്ല കേട്ടോ. പാല് നന്നായി വറ്റി വരുന്ന സമയത്ത് മാത്രം നമുക്ക് കൈവിടാണ്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കണ്ടില്ല, ഇതിൽ കുറച്ചും കൂടി ഒന്ന് വറ്റി വരാണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കണ്ടില്ലേ, ഓൾമോസ്റ്റ് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ക്യാരറ്റും നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത്. 1 കപ്പ് പഞ്ചസാര മീഡിയം ലെവലിൽ മധുരമുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് മധുരം കഴിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ 1 കപ്പ് തന്നെ പാകത്തിന് മധുരം ഉണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ലൂസായി വരും. ആ പഞ്ചസാര മെൽറ്റായി വരുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. അതുപോലെ തന്നെ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഈ ക്യാരറ്റ് ഹൽവയ്ക്ക് കുറച്ചും കൂടി ഡാർക്ക് കളറ് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ആ പഞ്ചസാരയ്ക്ക് ഇങ്ങനെ കാരമലായിട്ട് ആ ഒരു നല്ലൊരു ക്യാരറ്റ് ഹൽവയുടെ കളർ കണ്ടില്ലേ, ഒരു ഓറഞ്ച് കളറായി വരും കേട്ടോ. ഇതിനി വറ്റി കുറുകി വരുന്നതോറും ഇതിൻ്റെ കളർ കൂടി വരും കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അത് അടി പിടിക്കൊന്നും വേണ്ട. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഇപ്പോൾ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒട്ടും സ്കിപ്പ് ചെയ്യാണ്ട് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് പാൽപ്പൊടി. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടിയും ചേർത്തിട്ട് നമുക്ക് കട്ടകളൊന്നും ഇല്ലാണ്ട് ഈ പാൽപ്പൊടി ക്യാരറ്റുമായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. പാൽപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇത് സ്കിപ്പ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. കണ്ടില്ലേ, പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് ഞാൻ നന്നായി തന്നെ മിക്സ് ആക്കിയത്. ഇനി ഇതിലേക്കൊരു 2 നുള്ളുപ്പ്. എന്ത് മധുരം ചെയ്യുമ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അത് ആ ഒരു എല്ലാ ടേസ്റ്റും ബാലൻസായി കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ 2 നുള്ളു മാത്രം മതി. ആ ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം നല്ലൊരു ടെക്സ്ചറിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇത്രയും തന്നെ മതിയാവും. ഇനി ലാസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നെയ്യും കൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഇത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു ക്യാരറ്റ് ഹൽവ തയ്യാറാക്കി നോക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാഷ്യൂനട്ട് മാത്രമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അത് കുറച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല, അതങ്ങനെ തന്നെ ഞാൻ കട്ട് ചെയ്ത് ചേർത്തതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി, ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത പൊടിയാണ് കേട്ടോ. അതും കൂടി ചേർത്ത് ഞാൻ ഏലക്കാപ്പൊടി ചേർക്കാൻ വിട്ടു പോയതാണ്. നിങ്ങൾക്ക് നട്ട്സ് ചേർക്കുന്നതിൻ്റെ മുന്നേ വേണമെങ്കിൽ ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് പകർത്താൻ. കണ്ടില്ലേ, ആ ഒരു ഡ്രൈ ആയി വരുന്തോറും അതിൻ്റെ കളറ് കണ്ടു. വളരെ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഞാൻ ഇതിൻ്റെ ടെക്സ്ചറൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.